നാരായണ 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 ഹരിരാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ ഗുരുവന്ദം കേശവം സദ്ഗുരും ഭജിയെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. ഇതും ഒരു അധിദശകമാണ്. അധിദശകം എന്ന് വെച്ചാൽ ദശകത്തിനേക്കാൾ അധികമായിട്ടുള്ളത്, 10ലധികം ശ്ലോകമുള്ളത്. 12 ശ്ലോകം ഈ ദശകത്തിൽ ഉണ്ട്. അതിലിപ്പോൾ 10 ശ്ലോകം നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു. 10 ശ്ലോകം കൊണ്ട് 4 അധ്യായം പറഞ്ഞു. 17, 18, 19, 20 അധ്യായങ്ങൾ 10 ശ്ലോകം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഭൂമിയുടെ കിടപ്പും ഭൂമിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പറയൽ കഴിഞ്ഞു. ഇനി ഭൂമിക്ക് പുറത്തുള്ളത്, അതൊക്കെയാണ് നമ്മുടെ ദാർശനികന്മാരുടെ മഹത്വം. ഭൂമിക്ക് പുറത്ത് സൗരയൂഥം മൊത്തത്തിൽ എത്തരത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ശ്ലോകം ഒന്ന് വായിച്ച് നമുക്ക് ആരംഭിക്കാം. സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ശ്ലോകം. എന്നുവെച്ചാൽ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തത്, പുറമേ നിന്ന് നോക്കിയാൽ സൗരയൂഥം എപ്രകാരം ഉണ്ടായിരിക്കുമെന്ന് ഒരു ശാസ്ത്രത്തിനും ഇന്നേവരെ പറയാൻ സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യ ദൃഷ്ടി കൊണ്ട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, കണ്ടെത്താൻ സാധിക്കില്ല. ഏരിയൽ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചന്ദ്രനിൽ നിന്നോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ മാക്സിമം. എന്നാൽ ഇതൊന്നുമല്ല. സൂപ്പർ ഏരിയൽ വ്യൂ എന്നോ എന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം ഗാലക്സികൾ മുഴുവൻ മുകളിൽ നിന്ന് നോക്കിയാൽ അപ്രകാരം ഇരിക്കുന്നതാണ്. അത് ശിംശുമാര രൂപം എന്ന് അറിയപ്പെടും. ശിംശുമാരം, ശിശുമാരം എന്നൊക്കെ ഭാഗവത്തിൽ 2 കാണാറുണ്ട്, 2 പാഠഭേദവും കാണാറുണ്ട്. മുതല വാല് വളച്ച് തൻ്റെ തലയിലേക്ക് കൊണ്ടുവരുന്ന മുതലാണ് ഇവിടുത്തെ നാരായണീയ വ്യാഖ്യാതാക്കൾ ഒരു മത്സ്യവിശേഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭാഗവത്തിലെ ആചാര്യന്മാർ പറഞ്ഞ കേട്ടിട്ടുള്ളത് മുതല തന്നെയാണ്. നശ്യതി ത്രികാലത്തിൽ ഈ രൂപത്തെ സ്മരിച്ചാൽ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ഭാഗവത്തിൽ. ത്രികാലം 3 സന്ധ്യകളിൽ. അപ്പോൾ ഈ രൂപത്തെ, മുതലയുടെ രൂപത്തെ ചിന്തിച്ചാൽ പോരാ, സങ്കല്പമാണ് ആദ്യം. അതിനാ സൗരയൂഥത്തിൻ്റെ ഒരു സങ്കല്പത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയും. 21, 22, 23 അധ്യായങ്ങളിൽ സൗരയൂഥ സങ്കല്പമാണ്. അതായത് ജ്യോതിർഗോളങ്ങൾ. ആദ്യത്തേത് 21, 22 ഒക്കെ ആസ്ട്രോണമി ആണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനം, അതിൻ്റെ സഞ്ചാര രീതി ഒക്കെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു ശനൈശ്ചരൻ എന്ന് സ്വഭാവം കൊണ്ട് തന്നെ പേര് വന്ന ആളാണ്. ശനൈശ്ചരൻ എന്ന് വെച്ചാൽ ശനി. സ്വഭാവം കൊണ്ട് തന്നെ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ. വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വേഗത്തിൽ കാര്യങ്ങൾ നേടാനും, വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്പീഡ് 60 ആകുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ദോഷവും ഉണ്ട്. വീഴ്ചകൾ സംഭവിക്കാനും ബാധകമാണ് ഈ ശനിബാധ എന്നുള്ളത്. ഏറ്റവും മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് ബുധൻ. ബുധഗ്രഹത്തിന് ഇൻ്റലക്ച്വൽ സ്റ്റാറ്റസ് ആണ്. എന്ന് വെച്ചാൽ ബുദ്ധിജീവികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബുദ്ധിജീവികൾ കുറച്ച് മന്ദഗതിയിലാണ് അവരുടെ ചിന്തയും സംസാരവും എല്ലാം. ബുദ്ധി കൂടിയതിൻ്റെ കുഴപ്പമെന്ന് പറയാറില്ലേ നമ്മൾ. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് 21, 22 അധ്യായങ്ങളിൽ.
23 ശിംശുമാര രൂപം. ഈ രൂപം എത്തരത്തിലിരിക്കും? ധ്രുവൻ തുടങ്ങിയ നക്ഷത്രങ്ങളുടെ മുഴുവൻ കൂട്ടങ്ങൾ, കോടിക്കണക്കിന് നിന്ന് സയൻസ് പറയുന്ന സൗരയൂഥങ്ങൾ, ഈ സൗരയൂഥങ്ങളുടെ അവസ്ഥ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം. ഇതാരാ മുകളിൽ നിന്ന് നോക്കാൻ? സുമേരു പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ധ്രുവ നക്ഷത്രം. സുമേരു പർവ്വതത്തിൻ്റെ ഭൂമിയിൽ നിന്നുള്ള കിലോമീറ്ററുകൾ നമ്മൾ ഒരിക്കൽ പറഞ്ഞു. കിലോമീറ്റർ 24 ലക്ഷം കിലോമീറ്റർ. ഇത്ര കിലോമീറ്റർ മുകളിലേക്ക് പോകാൻ തക്കോണമുള്ള ടെക്നോളജി അവിടെ. നമ്മൾ പറയുന്ന ഈ സൂര്യനിലേക്കുള്ള കിലോമീറ്ററിന് എത്രയാണ്? അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പല്ലേ? സൂര്യനെ മറികടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ? അപ്പം ഏറ്റവും മുകളിൽ നിന്ന് എന്ന് പറയുന്നത് പറയൽ വേഗം കഴിഞ്ഞു, അതിനെ വിമർശിക്കലും വേഗം കഴിക്കാം. ഇതെങ്ങനെ കണ്ടെത്തി എന്നുള്ളത് വളരെയധികം അതിൻ്റെ ടെക്നോളജി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമസ്യത സ്മരതോവാ ത്രികാലം നശ്യേത തൽക്കാലജമാശു പാപം. ഈ ശിംശുമാര രൂപത്തെ നമസ്കരിക്കുന്നവൻ, നമസ്യത നശ്യേത തൽക്കാലജമാശു പാപം, ത്രികാലം നമസ്യത, 3 സന്ധ്യകളിലും ഈ ശിംശുമാര രൂപത്തെ സ്മരിക്കുന്നവൻ്റെ അപ്പോൾ ചെയ്ത ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാപം പോലും ഇല്ലാതെയായി തീരും എന്നാണ് അവിടെ. സ്ഥൂലേ നിർജിതമാത്മാനം ഞാനൊരിക്കൽ പറഞ്ഞല്ലോ, അതാണ് വാസ്തവത്തിൽ ഈ ശിംശുമാര രൂപത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ മറ്റൊരു പ്രാധാന്യമില്ല, അപ്പോൾ ചെയ്ത പാപം പോലും എന്നുള്ളതിന് കാരണം ഓരോ ജീവജാലങ്ങളിലും ബ്രഹ്മസ്വരൂപം തന്നെ വർത്തിക്കുന്നത്. ആ ഓരോ ജീവജാലങ്ങളിലായിട്ടും ബ്രഹ്മസ്വരൂപനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും അതിൽ ഉൾപ്പെട്ടു. അപ്പം ബ്രഹ്മസ്മരണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാപം ഇല്ലാതെയായി തീരും എന്ന് പറയാം. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ റൈറ്റ് ഓർ റോങ് ഇല്ല നമുക്ക്. കാരണം എല്ലാം ബ്രഹ്മം തന്നെ, സർവം ബ്രഹ്മമയം. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നവർക്ക് പാപമുക്തി ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പാപമുക്തിയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് സ്മരിക്കുന്നത്, അല്ലെങ്കിൽ വ്യാസഭഗവാൻ സൂചിപ്പിക്കണം. ബ്രഹ്മസ്മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പാപമുക്തി. കാരണം പാപപുണ്യങ്ങൾ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ബ്രഹ്മം നിലകൊള്ളുന്നത്, ബ്രഹ്മഭാവം. ആ ബ്രഹ്മഭാവത്തിന് ദ്വൈതങ്ങളില്ല എങ്കിൽ അദ്വൈതമായിട്ടുള്ള ആ ബ്രഹ്മത്തെ സ്മരിക്കുമ്പോൾ അദ്വൈതമായിട്ടുള്ള അവസ്ഥയുണ്ടാവും. സിമ്പിൾ. അദ്വൈതമായിട്ടുള്ള അവസ്ഥയാണ് പുണ്യപാപങ്ങൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥ. നശ്യേത തൽക്കാലജമാശു പാപം. തൽക്കാലജം എന്നല്ല, തൽക്കാലജം എന്നുള്ളതും അർത്ഥമാക്കാം. തൽക്കാലമായിട്ടുള്ളതും പിന്നെ കാലം കൊണ്ടുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള പാപങ്ങൾ ഇതോടുകൂടി നശിക്കുന്നു, ബ്രഹ്മസ്മരണത്തിലൂടെ സ്മരിക്കുന്നു. ശിംശുമാരം എന്ന രൂപത്തെ മനസ്സിലാക്കാൻ പറയും വാല് എന്നുള്ള ഭാഗം. ഇപ്പോൾ വാല് തലയോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നല്ലേ, ആ വാല് എന്നുള്ള ഭാഗം വടക്കോട്ടുള്ള ധ്രുവ നക്ഷത്രാദി ഗ്രഹങ്ങളാണ് എന്നാണ് സങ്കല്പിക്കേണ്ടത്. ബാക്കി ഗ്രഹങ്ങൾ ബാക്കി അവയവങ്ങളായിട്ട് കൃത്യമായിട്ട് 23-ാമത്തെ അധ്യായത്തിൽ വളരെ വിസ്തരിച്ച് പറയേണ്ടത്. അങ്ങനെ അത് ആ വളഞ്ഞു കിടക്കുന്ന രൂപത്തെ, ആ രൂപത്തെ സ്മരിച്ചാൽ, ഓരോരോ അവയവങ്ങളായി ഓരോരോ ഗ്രഹങ്ങളെ ജ്യോതിർഗോളങ്ങളെ പറഞ്ഞത് പ്രകാരമുള്ള രീതിയിൽ സ്മരിച്ചാൽ, ധ്യാനിച്ചാൽ, ഈ വാലിനെ വടക്ക് ഭാഗത്ത് ഉള്ള ഗ്രഹങ്ങളായിട്ടും അതിൻ്റെ അറ്റത്തുള്ള ധ്രുവമായിട്ടും കണക്കാക്കിയാൽ, അങ്ങനെ കണക്കാക്കി സ്മരിച്ച് കഴിയുമ്പോൾ പാപം അപ്പോൾ ചെയ്തു പോലും ഇല്ലാതെയായി തീരും. ഇങ്ങനെ സ്മരിക്കണമെങ്കിൽ ആ 23-ാമത്തെ അധ്യായം വിസ്തരിച്ച് പഠിക്കുക തന്നെ വേണം. ഉപസ്ഥേ കകുതി വക്ഷസ്യാദിത്യോ ഹൃദയ നാരായണോ ചന്ദ്രമാ മനസ്സി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ഹൃദയത്തിൽ നാരായണൻ, ശനൈശ്ചര ഉപസ്ഥേ, പിന്നിൽ ശനി, കകുതി വക്ഷസ്യാദിത്യ, ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാറിടം ആദിത്യമായിട്ടും, ഹൃദയ നാരായണ, ഹൃദയത്തിൽ നാരായണനായിട്ടും, മനസ്സി ചന്ദ്ര, നാഭ്യാമുശനാഹ,
ഇത് പുരുഷസൂക്തമാണ്. സ്തനയോരശ്വിനോ, രണ്ട് മാറിടങ്ങൾ അശ്വിനി ദേവന്മാർ. ബുധ പ്രാണാപാനയോഹ, ബുധഗ്രഹം പ്രാണാപാനങ്ങൾ. വായുർഗളെ, ഗളത്തിൽ വായു. കേതവ സർവാംഗേഷു, കേതുക്കൾ എല്ലാ അംഗങ്ങളിലും. നവഗ്രഹങ്ങളെ കുറിച്ച് പറയണം. രോമസു സർവേ താരാഗണാഹ, ഓരോ രോമകൂപങ്ങളായിട്ട് താരാഗണങ്ങളെ കരുതപ്പെടുന്നു. അപ്പ ശനൈശ്ച ഉപസ്ഥേ ബൃഹസ്പതി കകുതി ബൃഹസ്പതി കകുതി, കകുൽസ്ഥാനം. കകുൽസ്ഥൻ എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ ഭാഗമോ കേട്ട് കണക്കാക്കാം. കകുൽസ്ഥൻ, കാകുൽസ്ഥനായിട്ട് ഭഗവാൻ. കാകുൽസ്ഥൻ എന്നൊരു പര്യായമുണ്ട് ഭഗവാന്. അപ്പോൾ കകുത്തിൽ ബൃഹസ്പതി, വക്ഷസിൽ ആദിത്യൻ, ഹൃദയത്തിൽ നാരായണൻ, മനസ്സിൽ ചന്ദ്രൻ, മനസ്സോടെ തന്നെ. നാഭിയിൽ ഉശനസ്, ശുക്രൻ എന്നർത്ഥം. ഉശനസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ. ബുധോ വ്യാഖ്യാത എന്നിങ്ങനെ നവഗ്രഹങ്ങൾ ഭഗവാന്റെ ഏതെല്ലാം അവയവങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നവിടെ വിസ്തരിച്ച് പറയുന്നു. ഏതതുഹൈവ ഭഗവതോ ജ്യോതിഷാമയം രൂപം അഹരഹ സന്ധ്യായാം പ്രയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷ്ഠേത നമോ ജ്യോതിർലോകായ അനിമിഷാമ്പതയെ മഹാപുരുഷായാഭിധീമഹീതി. ജ്യോതിർലോകായ അനിമിഷാമ്പതയെ മഹാപുരുഷായ. അപ്പോൾ ആ മഹാപുരുഷനായിട്ട് സ്മരിക്കുന്നത് ജ്യോതിഷ്പതിയായ, ജ്യോതിസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താരാഗണങ്ങൾ എന്ന് പറയുന്നത്. താരം എന്ന് വെച്ചാൽ പ്രഭ, പ്രകാശം, പ്രകാശഗണങ്ങൾ, സൗരയൂഥം. ഗ്രഹർക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യ തസ്മരതോ വാ ത്രികാലം നശ്യേത തൽക്കാലജമാശു പാപം എന്ന അധ്യായം സ്മരിക്കുകയാണ്. ഗ്രഹർക്ഷതാരാമയമാധിദൈവികം, ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരങ്ങൾ ചേർന്ന ആധിദൈവികമായിട്ടുള്ള ഭഗവാന്റെ രൂപം. പാപാപഹം മന്ത്രകൃതാം ത്രികാലം, അത്തരത്തിൽ മന്ത്രത്തെ ചെയ്യുന്ന ആളുകൾക്ക്, മൂന്ന് കാലങ്ങളിലും മന്ത്രത്തെ ചെയ്യുന്ന ആൾക്ക് പാപാപഹം, പാപത്തെ ഇല്ലാതെയാക്കുന്ന ആ രൂപം, ജ്യോതിഷാമയമായിട്ടുള്ള രൂപം, ജ്യോതിർമയമായിട്ടുള്ള രൂപം. അപ്പൊ നോക്കൂ, ഭഗവാനെ ബ്രഹ്മമായിട്ട്, വിരാട് പുരുഷനായിട്ട്, പ്രപഞ്ചത്തെ മാത്രം കാണുകയല്ല, ഈ നവഗ്രഹങ്ങളുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ഇത് ഓരോരോ ജ്യോതിഷപ്രകാരം ഓരോരോ സ്ഥലത്തുണ്ടാകുന്ന രോഗപീഠകൾക്കൊക്കെ കാരണം അതാത് ഗ്രഹങ്ങളുടെ ദോഷമാണ് എന്ന് ജ്യോത്സ്യന്മാർ പറയാറുണ്ട്. കണ്ണിന് വയ്യ, കയ്യിന് വയ്യ, പാരാലിസിസ് വന്ന് കിടക്കണു, നടുവേദന, നടുഭാഗം, ഇത്തരത്തിൽ വരുമ്പോൾ അതാത് ദേവപ്രീതികൾ ചെയ്യാനാണ് ജ്യോത്സ്യന്മാർ ഉപദേശിക്കുക. എന്ന് വെച്ചാൽ ഗ്രഹരൂപത്തിൽ ഭഗവാന്റെ ശരീരമായിട്ട് സങ്കല്പിക്കപ്പെടുകയാണ്. നവഗ്രഹങ്ങളെയും പറയുന്നത് എനിക്കത് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ ചൊല്ലിയത്. അത്തരത്തിലുള്ള നവഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താനുള്ള പൂജകളാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗവിമുക്തമായിട്ടുള്ള അവസ്ഥയെ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ രോഗങ്ങളെ മുഴുവൻ ഇല്ലാതെയൊക്കെ ചെയ്യണത്. അത്തരത്തിലുള്ള നവഗ്രഹ ഹോമോ മറ്റോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രഹപ്പിഴ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ശരീരത്തിനെയാണല്ലോ. മാനസികമായിട്ടുള്ള ബാധകൾ ഉണ്ടാകുമെങ്കിലും അത് ബാധ പ്രദർശിക്കപ്പെടുന്നതും ശരീരത്തിലൂടെയാണല്ലോ. ശാരീരികമായി ഭഗവാന്റെ ശരീരമായിട്ട് ഇതിനെ തന്നെ കണക്കാക്കി ഇതിൻ്റെ ഓരോ ഭാഗത്ത് ഓരോരോ ഗ്രഹങ്ങളെ കണക്കാക്കിയിട്ടാണ് ജ്യോതിശാസ്ത്ര പ്രകാരം നമ്മുടെ രോഗവിധി നിർണ്ണയിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ആയുർവേദത്തിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പം ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണ്. അപ്പം ജ്യോതിർഗോളങ്ങളെ മുഴുവൻ, ഭൂമിക്ക് ചുറ്റുമുള്ള ജ്യോതിർഗോളങ്ങളെക്കുറിച്ചാണ് പിന്നെ 3 അധ്യായങ്ങളിൽ പറഞ്ഞത്. ആ ജ്യോതിർഗോളങ്ങളുടെ നിലനിൽപ്പ്, ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരപഥം നമ്മളെ ബാധിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഗ്രഹങ്ങൾ അവരെ വഴിക്കല്ലേ ഓടണത്. അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലൂടെ, ആ പാസേജിലൂടെയല്ല അവർ പോണത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അത്. അപ്പോൾ അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിതാ കാരണം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഗ്രഹങ്ങളായിട്ട് കണക്കാക്കുക ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മത്തിലുമുണ്ട് ഓരോ
ഗ്രഹങ്ങളായിട്ട് കണക്കാക്കുക. ആ അതാത് ഗ്രഹങ്ങൾക്ക് വീഴ്ച വരുന്നുവെങ്കിൽ അതാത് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം. അല്ലാതെ ബോംബെയിൽ ഒരാൾക്ക് വേണ്ടി ഒരു ഗ്രഹം മാറി ഓടുകയല്ല ചെയ്യണത്. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ശാരീരികം, മാനസികം ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ജ്യോതിഷന്മാർ ചിന്തിക്കുക. നല്ല ജ്യോതിഷന്മാർ ഇപ്പോൾ ശനിയുടെ അപഹാരത്തിൽ കേതു എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കി തീർക്കുന്ന സ്വഭാവത്തോടു കൂടിയ ആളാണ് സ്വതവേ തന്നെ. കേതവ സർവാംഗേഷു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ലേ നിങ്ങൾ? കേതു എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളിലും ഉണ്ട്. കാരണം രോഗം എല്ലാ അവയവങ്ങളിലും വരാം. ആ രീതിയിലുള്ള ജ്യോതിർമയനായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെയാണ് 23-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനാണ് ശിംശുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലെ ഭഗവാന്റെ രൂപത്തെ വേണ്ട വിധത്തിൽ പഠിച്ച് 3 കാലങ്ങളിൽ ധ്യാനം ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ശാരീരിക, സാമ്പത്തിക, മാനസിക, ബൗദ്ധിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ തീരും. അപ്പോൾ ഗ്രഹപ്പിഴ എന്ന് പറയുന്നതും ജ്യോതിർഗോളങ്ങളും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് ആസ്ട്രോണമി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ തന്നെ ഒരു വിധമൊക്കെ മനസ്സിലാവും. അപ്പോൾ മുഴുവൻ ഇത് തട്ടിപ്പല്ല എന്ന് മനസ്സിലാവും. ഈ ഗ്രഹബാധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതെന്തുകൊണ്ടത് അങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് അതിനിങ്ങനെ തന്നെ പ്രായശ്ചിത്തങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതാണ് എവിടെയോ ഉള്ള ഒരു ഗ്രഹം എവിടെയുള്ള ഒരാളെ ബാധിക്കുന്നു എന്നുള്ള യുക്തിവാദത്തിൻ്റെ മറുപടി. ഇത് മൊത്തത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതായതുകൊണ്ട് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുക എന്ന് പറയാമെങ്കിലും ഭൂമിയോട് ചുറ്റും കിടക്കുന്ന ആ ഒരു പ്രകാരത്തിലാണല്ലോ ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ കൃത്യമായിട്ടുള്ള അകലത്തിൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഗ്രഹങ്ങൾ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വലം വയ്ക്കുന്ന സമയം ഏത് സമയത്താണോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അവിടെയുള്ള പൊസിഷൻ ആ ഗ്രഹത്തിൻ്റെ ഏത് ഗ്രഹമാണോ ശുഭമായിട്ട് വർത്തിക്കുന്നത് ആ ഗ്രഹത്തിൽ ഇവിടെയുള്ള ഈ ശരീരത്തിൽ വർത്തിക്കുന്ന ഭാഗത്തിന് അല്ലെങ്കിൽ അതുകൊണ്ട് ചിന്തിക്കുന്ന അവസ്ഥയ്ക്ക് മേന്മ കൂടും കുട്ടിയുടെ. ഉദാഹരണം പറയാൻ മനസ്സിലായില്ലെങ്കിൽ, ഇപ്പം ശുക്രൻ ഉച്ചത്തിലുള്ള സമയത്താണ് ശുക്രൻ നല്ല പൊസിഷനിൽ ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുട്ടി അവിടെ ജനിക്കണമെങ്കിൽ ഉച്ചസ്ഥായിയിൽ ശുക്രന് ജ്യോതിശാസ്ത്രന്മാർ പറയും സാമ്പത്തികമായിട്ട് അവൻ മുന്നിട്ട് നിൽക്കും. ബുധനാണെങ്കിൽ അത് വിദ്യാഭ്യാസം, സംഗീതം, ഇതൊക്കെ ബുധനിലൂടെ ചിന്തിക്കും. ഇങ്ങനെ നമ്മൾ ഒരുപാട് പറയാൻ ഞാൻ ആളല്ല. ഇതിൻ്റെ ഒരു യുക്തിയായിട്ടുള്ള രൂപത്തെ പറയാണ്, ഒരു ചിന്തയെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇത്തരത്തിലാണ് ഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. കാരണം ഗ്രഹത്തിൻ്റെ സ്ഥൂലഭാവവും സൂക്ഷ്മഭാവവും കൂടി നമ്മുടെ ആചാര്യന്മാരിവിടെ കണക്കാക്കിയിട്ടുണ്ട്. ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ സൂക്ഷ്മഭാവമാണ് നേരത്തെ പറഞ്ഞത്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തിൽ പറഞ്ഞത്. അതായത് നോക്കൂ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മ സ്ഥൂല വിശകലനം ചെയ്യണം. എല്ലാ കാര്യങ്ങളെയും, ഒരു കാര്യത്തെ മാത്രമല്ല. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ബ്രഹ്മത്തോട് ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മസ്ഥൂല ഭാവത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടണം. നമ്മൾ ആചാര്യന്മാർ അതാണ് ചെയ്തിരിക്കണം. അതായത് അത് ജ്യോതിശാസ്ത്രപരമായാലും ഇനി സാമൂഹ്യപരമായാലും ഇനി അത് ഭൗതികമായിട്ടായാലും ഈ സ്ഥൂല സൂക്ഷ്മ വിശകലനം അത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പം ശുക്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെയാണ് എല്ലാ ഗ്രഹങ്ങളുടെയും. വ്യാഴം ഉച്ചത്തിലുള്ളവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലുള്ള ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള വിജയം, ഒരു ഡൊമിനേഷൻ അത്തരം വ്യാഴ ഉച്ചത്തിൽ നിൽക്കുമ്പോഴുള്ള പേഴ്സണാലിറ്റികൾക്ക് ഉണ്ട്. ആദിത്യൻ്റെ ഉച്ചസ്ഥായി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂടിയവരായിട്ട് മാറും. ഇത്തരത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥൂലഭാവം പുറത്തുണ്ടെങ്കിൽ ആ സ്ഥൂലഭാവം ഉള്ളിലുണ്ട്. അപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാണോ നന്നായിരിക്കുന്നത് ആ എഫക്റ്റ് ഈ ഗ്രഹത്തിൻ്റെ ഇതിലേക്കും വരും. ചിലർക്ക് ആരോഗ്യമായിരിക്കും നന്നായിരിക്കുക, ചിലർക്ക് ആയുസ്സായിരിക്കും നന്നായിരിക്കുക, ചിലർക്ക് ബുദ്ധിയായിരിക്കും, ചിലർക്ക് വിദ്യയായിരിക്കും, ചിലർക്ക് മറ്റു പലതുമായിരിക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് അതിനെ കാണുമ്പോൾ
നമുക്കതിനെ സ്ഥൂല സൂക്ഷ്മഭാവത്തിൽ ചിന്തിക്കാവുന്നതാണ്. അതാണ് ഭഗവാന്റെ വിരാട് പുരുഷ സ്വഭാവത്തിൽ തന്നെ ഈ നവഗ്രഹങ്ങളെയും വ്യാസഭഗവാൻ വരച്ചു കാണിച്ചത്. ഓരോരോ ഗ്രഹങ്ങൾ ഏതെല്ലാം അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണിച്ചത്. അതിനാണ് മൊത്തത്തിൽ ശിംശുമാരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യ വിശേഷ സ്വരൂപത്തോട് അല്ലെങ്കിൽ ഒരു മൃഗരൂപത്തിൽ അല്ലെങ്കിൽ പക്ക മുതല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മൃഗഭാവത്തിൽ ഈ മൊത്തം രൂപത്തെ ചിത്രീകരിക്കുന്നത്. വീണ്ടും പറയാം, വാല് വളച്ച് വെച്ച് തലഭാഗത്തേക്ക് വെച്ചിരിക്കുന്ന രീതിയിൽ. അപ്പം ഈ വാലിൻ്റെ ഭാഗമെല്ലാം ധ്രുവൻ്റെ ധ്രുവാദി ഗ്രഹങ്ങളുടെ രൂപമായിട്ട് കണക്കാക്കി ബാക്കി അവയവങ്ങളിലൊക്കെ ഓരോരോ ഗ്രഹങ്ങളെ അപ്ലൈ ചെയ്ത് ഇന്നത്തെ ആധുനിക ഭാഷയിൽ അതിനെ ആരോപിച്ച് വച്ചിരിക്കുന്നു. അത് കണക്കാക്കി അങ്ങനെ ആ രൂപത്തെ ധ്യാനിക്കണം. അപ്പോൾ മനസ്സി നാരായണ ഹൃദയ മനസ്സി ചന്ദ്ര ഹൃദയ നാരായണ നാഭ്യാമുശന സ്തനയോ രശ്വിനോ ബുധ പ്രാണാപാനയോ രാഹുർഗളെ കേതവ സർവാംഗേഷു രോമസു സർവേ താരാഗണാഹ എന്ന രൂപത്തിലുള്ള ആ ഭാവങ്ങളെ മുഴുവൻ, അതായത് അരയ്ക്ക് മുകളിൽ, അരയുടെ അപ്പുറത്തേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞൂല്ലോ, അത് ധ്രുവ ആദി ഗ്രഹങ്ങളാണ്. ബാക്കിയുള്ള അരയ്ക്ക് മുകളിലുള്ള ആ രൂപത്തെ അതാത് അവയവങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ 3 കാലത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യം എന്ന ഇന്നത്തെ ഭാഷയിൽ, പാപാപഹം എന്ന് പുരാണ ഭാഷയിൽ പറഞ്ഞുവെങ്കിലും നമ്മൾ ഇന്ന് പൊതുവായിട്ട് പറയുന്ന ആയുരാരോഗ്യ സൗഖ്യമാണ് അതിലൂടെ കൈവരുന്നത്. അപ്പോൾ അതാണ് വാസ്തവത്തിൽ നാരായണീയത്തിലൊക്കെ പ്രത്യേകിച്ചും ഭട്ടതിരിപ്പാട് ഇതിനെ മമ സിന്ധുശായിൻ എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഗഹനമായിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആഴമുള്ള ഒരു വിഷയമാണ് ഈ 3 അധ്യായം. അപ്പോൾ ആ 3 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപം മനസ്സിലാവും. ആ രൂപത്തെ ധ്യാനിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതെയില്ല. അപ്പോൾ ഗ്രഹപ്പിഴ അല്ലെങ്കിൽ ഗ്രഹബാധ, ഗ്രഹങ്ങൾ അവിടെ എങ്ങാനും തെറ്റിയോടിയാൽ നമുക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കണില്ലേ? അത് മുഴുവൻ അറിയാത്തത് കൊണ്ട് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥലത്തിനും ഗ്രഹങ്ങളുടെ സ്വഭാവത്തിനും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ മരുന്ന് ഡോസ്, നമുക്ക് ഒരേ മരുന്ന് ഓരോ രോഗിക്ക് ഒരേ രോഗത്തിന് മരുന്നിൻ്റെ ഡോസേജ് കൂട്ടിയും കുറച്ചും കൊടുക്കണില്ലേ? ഇപ്പോൾ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യണത്? അവർക്ക് ഷുഗർ ഉണ്ടോ നോക്കണം, BP ഉണ്ടോ നോക്കണം, കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കണം, അഡീഷണൽ ആയിട്ട് ആ വന്ന രോഗത്തിൻ്റെ സ്വഭാവം അവരിൽ എങ്ങനെയാണ് നോക്കണം. അതിനനുസരിച്ച് ഡോസേജ് കൂട്ടി കുറച്ച് കൊടുക്കുന്ന പോലെയാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഒരു വ്യക്തിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തെക്കുറിച്ച് വിലയിരുത്തുക. ഗ്രഹങ്ങളെക്കുറിച്ച് ഇത്തരത്തിലാണ് വിലയിരുത്തുക എന്നർത്ഥം. ഇതിന് ഡോസ് കൂടി കുറഞ്ഞിരിക്കും. ഡോമിനേഷൻ ഏത് ഗ്രഹത്തിനാണോ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ സപ്ലിമെൻ്ററി ആയിട്ടുള്ള 8 ഗ്രഹങ്ങളുണ്ട് ഏതൊരാൾക്കും. അപ്പോൾ 8 ഗ്രഹങ്ങൾ നിങ്ങൾ ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുള്ളവർ നോക്കുന്നു, ശുക്രൻ നോക്കുന്നു, ശനിയിലേക്ക് നോക്കുന്നു എന്നൊക്കെ അവർ പറയും. ലഗ്നാധിപൻ എന്നൊക്കെ പറയും. ലഗ്നാധിപനാണ് ഈ ഡൊമിനേഷൻ. ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെയാണ് ലഗ്നാധിപൻ എന്ന് പറയും. അപ്പോൾ ആ ഡോമിനേഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ സൂക്ഷ്മഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതേ ഗ്രഹാവസ്ഥ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ ഡോസേജ് കൂട്ടി കുറഞ്ഞു വരുന്നു മാത്രമേ ഉള്ളൂ. ഏത് ഭാഗത്താണോ ഡോസ്, ഏത് രോഗത്തിനാണോ കൂടുതൽ ഡൊമിനേഷൻ, ആ രോഗത്തിന് ഡോസേജ് കൂട്ടി കൊടുക്കുന്നത് പോലെ ഏത് ഗ്രഹമാണോ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഗ്രഹത്തെ കൂടുതൽ ട്രീറ്റ് ചെയ്യും ജ്യോത്സ്യന്മാർ. അപ്പോൾ അതാണ് ഇവിടെ ഈ ശിംശുമാര രൂപ ധ്യാനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ശിംശുമാര രൂപത്തെ 3 കാലത്തും സ്മരിക്കുന്നവർക്ക്
പാപം ഇല്ലാതെയായി തീരും. ഇതിനൊക്കെ പല കണക്കുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ കേവലം രാവിലെ എഴുന്നിട്ടും ഉച്ചയ്ക്കും വൈകുന്നേരം നമ്മൾ സ്മരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടിക്കോണമെന്നില്ല. അതിനനുബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഉപാസനാ രീതികൾ മുഴുവൻ അവലംബിച്ചതിന് ശേഷം വേണം ഏതൊരാളും ഇത്തരത്തിലുള്ള ധ്യാനങ്ങളോ മറ്റോ നടത്താൻ. ഇതിനൊരു ശ്രമം നടത്തിയാൽ തന്നെ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ആരും ഇതിന് ശ്രമിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ശിംശുമാര രൂപത്തെ സ്മരിക്കാൻ നമുക്കതിന് ഇത് മനസ്സിലെല്ലാം കൂടി കണക്ട് ചെയ്ത് കിട്ടാൻ തന്നെ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരും. ഈ ധ്രുവ നക്ഷത്രം, അതിനുശേഷമുള്ള ഈ അരയ്ക്ക് മുകളിലുള്ള ഭഗവാന്റെ ഓരോരോ രൂപത്തിൽ ഓരോരോ പ്രത്യംഗങ്ങളിലുള്ള ഗ്രഹങ്ങൾ, ഇതിനൊക്കെ കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ നേരം പിടിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ 23-ാമത്തെ അധ്യായത്തിൽ അവസാനം പറയുന്നു, നമോ ജ്യോതിർലോകായ ആനിമിഷാം പതയെ മഹാപുരുഷായ ആഭിധീമഹി എന്നൊരു മന്ത്രമുണ്ട്. അത് പറ്റുമെങ്കിൽ ഒരു 12 രൂപ വെച്ച് ദിവസേന ചൊല്ലിക്കുള്ളൂ. പറ്റുമെങ്കിൽ 3 കാലത്തും ഈ പറഞ്ഞ പോലെ ചെല്ലൂ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ല വ്യത്യാസം വരും, രോഗാവസ്ഥയ്ക്ക് നല്ല വ്യത്യാസം വരും. കാരണം ആത്യന്തികമായിട്ട് ഇത് മാനസികമാണ് ഈ രോഗങ്ങളൊക്കെ. അപ്പം മാനസികമായിട്ട് തന്നെ ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ ഗ്രഹസ്വരൂപനായിട്ടുള്ള ഭഗവാനെ വീണ് നമസ്കരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ രൂപത്തിൽ നമ്മൾ ഈ ശിംശുമാരത്തെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവും. ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൽ അപ്രോച്ച് ചെയ്യണം. അപ്പം നമോ ജ്യോതിർലോകായ മന്ത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. 23-ാമത്തെ അവസാനത്തെ ശ്ലോകം, പഞ്ചമത്തിൽ പ്രോസായിട്ട് കാണാം, അതായത് ഗദ്യമായിട്ട് കാണാം. നമോ ജ്യോതിർലോകായ ആനിമിഷാമ്പതയെ മഹാപുരുഷായാഭിധീമഹീതി എന്നാണ് എൻ്റെ ഓർമ്മ. ആ മന്ത്രം എടുത്ത് നിങ്ങൾ ദിവസേന 3 നേരവും കുറച്ച് തവണയായിട്ട് ജപിക്കൂ. ഒപ്പം ഈ ശിംശുമാര രൂപം ഗ്രഹബാധകളൊക്കെ മാറണമെന്ന് സ്വയം വിചാരിക്കൂ. ഓരോരോ സ്ഥാനത്തുള്ള ഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട്, അത് ആ പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രകാരം ആ രീതിയിൽ ശനൈശ്ചരൻ പിന്നിൽ, കകുത്തിൽ ബൃഹസ്പതി, വക്ഷസിൽ ആദിത്യൻ, 2 മാറിടത്തിൽ അശ്വിനി ദേവന്മാർ, ഹൃദയത്തിൽ നാരായണൻ, മനസ്സിൽ ചന്ദ്രൻ, നാഭിയിൽ ശുക്രൻ എന്നിങ്ങനെ രീതിയിലുള്ളൊരു ധ്യാനം അവലംബിച്ച് നോക്കൂ. ധ്യാനിക്കൊന്നും വേണ്ട, ഈ മന്ത്രം ചൊല്ലുമ്പോൾ അങ്ങനെ ചിന്തിക്കൂ. അപ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള കുറേ രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത് പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് ഋഷിമാർ പ്രസ്താവിക്കുന്നത്. അല്ലാതെ അവർ വെറുതെ നമ്മളെ ഒരു പരീക്ഷണ വസ്തുവാക്കാനോ നമ്മളെ വിഡ്ഢിയാക്കാനോ ഉള്ള ഒരു തട്ടിപ്പിൻ്റെ ആൾക്കാരല്ല എന്നർത്ഥം. നമുക്കത് കേട്ടാൽ മനസ്സിലാവും. നമ്മളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 11-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയണതും ഇത് തന്നെ. സർവൈർ ധ്രുവാദിഭിരുടുപ ഉടുപ്രകരൈർഗ്രഹൈശ്ച. ഉടുപ്രകരം എന്ന് വെച്ചാൽ നക്ഷത്ര സമൂഹം. സർവൈർ ധ്രുവാദിഭിരുടുപ്രകരൈർ ഗ്രഹൈശ്ച. ഉടു എന്ന് വെച്ചാൽ ശരിക്കും ചന്ദ്രനാണ്. ഉടുപ്പൻ എന്നാണ് ചന്ദ്രന്റെ പേര്. ഗ്രഹങ്ങളുടെ അധിപൻ എന്നുള്ള അർത്ഥം. ഉടു എന്ന് വെച്ചാൽ ഗ്രഹം എന്നാണ് അർത്ഥം. നക്ഷത്രം എന്നർത്ഥം, ക്ഷമിക്കണം, നക്ഷത്രം. ഉടു എന്ന് വെച്ചാൽ നക്ഷത്രം. ഉടുപ്പൻ ചന്ദ്രൻ, നക്ഷത്രങ്ങളുടെ പാലകൻ. അപ്പൊ ഈ നക്ഷത്ര സർവൈർ ധ്രുവാദിഭിർ ഉടുപ്രകരൈർ ഗ്രഹൈശ്ച. ധ്രുവൻ തുടങ്ങിയ നക്ഷത്രങ്ങളാലും ഗ്രഹങ്ങളാലും, എല്ലാ ഗ്രഹങ്ങളാലും പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ. പുച്ഛം എന്ന് വെച്ചാൽ അറ്റം, വാല് എന്നൊക്കെ അർത്ഥം. വാലിൽ തുടങ്ങിയിട്ടുള്ള പുച്ഛാദികേഷു അവയവേഷു, വാല് തുടങ്ങിയ അവയവങ്ങളിൽ കൽപ്പിക്കപ്പെടുന്ന ഈ ധ്രുവ നക്ഷത്രം പോലെയുള്ള നക്ഷത്ര സമൂഹങ്ങൾ മുഴുവൻ ധ്രുവാദിഭിരുടുപ്രകരൈ ഗ്രഹൈശ്ച. ധ്രുവനക്ഷത്രാദി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളാൽ അഭികൽപ്യമാനങ്ങളാകുന്ന അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടുന്ന പുച്ഛാദികേഷു, പുച്ഛാദികം എന്ന് വെച്ചാൽ വാലിൻ്റെ അഗ്രം എന്നർത്ഥം. ആ വാലിൻ്റെ അഗ്രം മുതൽക്കുള്ള ഇങ്ങോട്ടുള്ള ധ്രുവ നക്ഷത്രത്തെ തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളാലും അഭികൽപ്പിക്കപ്പെടുന്നു. എന്താണ് അങ്ങനെ കൽപ്പിക്കപ്പെടുന്നത്? ത്വം ശിംശുമാര വപുഷാ മഹതാമുപാസ്യ. ശിംശുമാര വപുസ്സായിട്ട് വപുസ്സിനാൽ കൽപ്പിക്കപ്പെടുന്നു. ഈ വപുസ്സിന്റെ പ്രത്യേകത എന്താ? മഹതാമുപാസ്യ ത്വം ശിംശുമാര വപുഷ. അവിടുന്ന് ശിംശുമാര സ്വരൂപേണ
മഹത്തുക്കളാൽ ഉപാസിക്കപ്പെടുന്നു. ത്വം ശിംശുമാര വപുഷ മഹതാമുപാസ്യ. അത് ഈ ശിംശുമാര വപുസ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ വരിയിലൂടെ, 2 വരിയിലൂടെ. സ്രവൈർ ധ്രുവാദിഭി രുഡുപ്രകരൈർ ഗ്രഹൈശ്ച. ധ്രുവനക്ഷത്രങ്ങളാകുന്ന നക്ഷത്രങ്ങളാലും പിന്നീട് ഗ്രഹങ്ങളാലും എന്ത് ചെയ്യുന്നു? ഈ വാല് മുതൽക്കുള്ള പുച്ഛാദികേഷു അവയവേഷു, വാല് മുതൽക്കുള്ള തല വരെയുള്ള അവയവങ്ങളിൽ അഭികൽപ്പനം ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ കൽപ്പിക്കപ്പെടുന്നു. പുച്ഛാദികേഷു എന്നാണ്, ആദികം എന്ന് വെച്ചാൽ തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ വാല് തുടങ്ങിയ അവയവങ്ങളിൽ, വാലിൻ്റെ അഗ്രം മുതൽ തുടങ്ങിയ അവയവങ്ങളിൽ പുച്ഛാദികേഷു അവയവേഷു അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന ശിംശുമാര വപുസിനാൽ അവിടുന്ന് മഹത്തുക്കളാൽ ഉപാസിക്കപ്പെടുന്നു. ത്വം ശിംശുമാര വപുഷ മഹതാമുപാസ്യ. മഹത്തുക്കളാൽ, മഹത്തുക്കൾക്ക് ഉപാസ്യനായി, ഉപാസിക്കപ്പെടുന്നവനായി, അല്ലെങ്കിൽ ഉപാസനായോഗ്യനായി വർത്തിക്കുന്ന സന്ധ്യാസു, സന്ധ്യകളിൽ, അവിടെ കോമയുണ്ട്, സന്ധ്യാസു എന്ന് കോമയിട്ടിരിക്കുകയാണ്. സന്ധ്യകളിൽ 3 സന്ധ്യ. നമസ്യത സ്മരതോവാ ത്രികാലം നശ്യേത. നമസ്യത സ്മരതോവാ ത്രികാലം എന്നുള്ളതാണ് മഹതാമുപാസ്യ സന്ധ്യാസു എന്ന പ്രയോഗത്തിലൂടെ ഭട്ടതിരിപ്പാട് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. അപ്പം സന്ധ്യകളിൽ മഹത്തുക്കളാൽ ശിംശുമാര വപുസിനാൽ ഉപാസിക്കപ്പെടുന്ന അവിടുന്ന് രുന്ധി നരകം മമ സിന്ധുഷായിൻ. സിന്ധുഷായിൻ എന്ന വിളിക്കും നമ്മളെല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരു ഔചിത്യമുണ്ട്. സിന്ധു എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ആണെങ്കിലും വെറും കേവലം ഒരു ഭാഗം മാത്രമാണ്. സിന്ധു എന്ന് വെച്ചാൽ മഹാജലം, കാരണജലം, അതിൽ കിടക്കുന്നവൻ അനന്തപത്മനാഭൻ. ഗുരുവായൂരപ്പ പാലാഴിശായിനായിട്ടുള്ള അവിടുന്ന് പാലാഴിയാകുന്ന സമുദ്രത്തിൽ കിടക്കുന്ന അവിടുന്ന് എൻ്റെ രോഗത്തെ നശിപ്പിക്കണേ, നിരോധിക്കണേ എന്നാണ് പ്രാർത്ഥന. എന്ന് വെച്ചാൽ സിന്ധുജായി എന്ന് വിളിക്കാൻ കാരണം കാരണജലത്തിന് മുകളിൽ കിടക്കുന്നവൻ വെച്ച് കഴിഞ്ഞാൽ കാരണജലത്തെ അടക്കം സൃഷ്ടിച്ച് അതിൻ്റെ മുകളിൽ കിടക്കുന്നവൻ എന്നർത്ഥം. അല്ലെങ്കിൽ ആ ഭാവന എല്ലാ പ്രപഞ്ചത്തിൻ്റെയും കാരണമായിട്ടുള്ളതാണല്ലോ ജലം. ആ ജലത്തിന് മുകളിൽ കാരണജലത്തിനും കാരണക്കാരനായ കിടക്കുന്ന അവിടുന്ന് സിന്ധുശായി എന്ന് വെച്ചാൽ കിടക്കുന്നവൻ എന്നല്ല മാത്രമല്ല അർത്ഥം, അതിൽ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നർത്ഥത്തിൽ കണക്കാക്കാം സിന്ധുവിൽ. അപ്പം അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗം അവിടുന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ശിംശുമാര രൂപത്തെ വളരെ സമർത്ഥമായിട്ടുള്ള പ്രയോഗങ്ങളാൽ ഭട്ടതിരിപ്പാട് ഈ ഒറ്റ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ വാല് മുതൽക്കുള്ള അവയവങ്ങളിലെല്ലാം ധ്രുവാദികളാകുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളെ കൊണ്ടും അവിടുന്ന് കൽപ്പിക്കപ്പെടുന്നു. കൽപ്പന ഏതാണെന്ന് ഭാഗവതം വായിക്കണമെന്ന് അർത്ഥം. കൽപ്പന പറയാനുള്ള സമയവും താല്പര്യവും ഭട്ടതിരിപ്പാടിനില്ല. അത്തരത്തിലുള്ള അങ്ങ് ശിംശുമാരം എന്ന ശരീരഭാവത്താൽ മഹത്തുക്കൾക്കൊക്കെ ഉപാസനായോഗ്യനായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ രോഗത്തെ നമസ്യത സ്മരതോവാ ത്രികാലം നശ്യേത തൽക്കാലജമാശുഭാവം എന്നല്ലേ ഗുരുവായൂരപ്പ പറയണത്. ഓർക്കുന്നവൻ 3 കാലത്തിലും ഓർക്കുന്നവൻ അപ്പോൾ ചെയ്ത പാപം പോലും ഇല്ലാതെയായി തീരുന്നവനാവുന്നല്ലേ പറഞ്ഞത്. എന്നെ തൽക്കാലം എൻ്റെ രോഗം എന്ന അവസ്ഥയിൽ നിന്ന് നിരോധിച്ചു തരണം എൻ്റെ രോഗങ്ങളെ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. അപ്പം അത് നമുക്ക് ഈ ശ്ലോകം അടക്കമുള്ള ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞു 21ാം ദശകം നിങ്ങൾ പ്രത്യേകിച്ചും വായിക്കണം എല്ലാ ദിവസവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ടെന്നർത്ഥം. അപ്പം നമ്മളുടെയും അടക്കമുള്ള രോഗങ്ങളൊക്കെ മാറ്റി തരണമെന്ന് നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. ഈ ശ്ലോകത്തോടു കൂടി കഴിഞ്ഞിട്ടില്ല, ഒരു ശ്ലോകം കൂടി അധോലോകത്തെക്കുറിച്ച് നാളെ നമ്മൾ പറയും. സർവൈർ ധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച. എല്ലാ ധ്രുവാദികളാകുന്ന നക്ഷത്ര കൂട്ടങ്ങളാലും ഗ്രഹങ്ങളാലും പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ വാല് തുടങ്ങിയ അവയവങ്ങളിലൊക്കെ കൽപ്പിക്കപ്പെടുന്നു. ത്വം ശിംശുമാര വപുഷാ മഹതാമുപാസ്യ. അങ്ങനെയുള്ള അവിടുന്ന് ശിംശുമാരം എന്ന രൂപത്താൽ മഹത്തുക്കൾക്ക് ഉപാസ്യനായി തീരുന്നു. സന്ധ്യാസു, അവർ സന്ധ്യകളിൽ ഉപാസിക്കുന്നു.
രുന്ധി നരകം മമ സിന്ധുശായിൻ. അങ്ങനെയുള്ള സിന്ധുശായിനായിട്ടുള്ള അവിടുന്ന് എൻ്റെ ആ നരകത്തെ, രോഗത്തെ മാറ്റിത്തരണേ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.